തഥാ ദൃഷ്ടുസ്വരൂപേ അവസ്ഥാനം. തഥാ അപ്പോൾ, ഏത് ചിത്തവൃത്തി നിരോധനം, രണ്ടാമത്തെ സൂത്രം പറഞ്ഞു. ചിത്തവൃത്തി നിരോധനം സംഭവിച്ചാൽ അപ്പോൾ തഥാ ദൃഷ്ടു സ്വരൂപേ അവസ്ഥാനം. ദൃഷ്ടു കാണുന്നവൻ, ഞാൻ, സ്വരൂപേ എൻ്റെ ആത്മസ്വരൂപത്തിൽ തന്നെ ഇരിക്കും. അവസ്ഥാനം, അതിൽ തന്നെ ഇരിക്കും. അതാണ് നേരത്തെ പറഞ്ഞ സമ്പ്രജ്ഞാത സമാധി, അസംപ്രജ്ഞാത സമാധി എന്നൊക്കെ പറയുന്ന തലം. ആ തലത്തിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ എത്തുമ്പോൾ ഒരു ചിത്തവൃത്തിയും ഉണ്ടാകുന്നില്ല. വൃത്തികളെ കുറിച്ച് പിന്നീട് പറയുമ്പോൾ അത് കുറെ കൂടി വ്യക്തമാവും. നമ്മുടെ ആത്മസ്വരൂപം തിളങ്ങി നിൽക്കും, പ്രകാശിക്കും. നേരത്തെ പറഞ്ഞ വ്യുത്ഥാന സംസ്കാരം, ക്ഷിപ്തം വിക്ഷിപ്തം മൂഢം, ഈ മൂന്നവസ്ഥയിലും ഈ ആത്മസ്വരൂപം ഉണ്ട്. നമ്മളിപ്പോൾ അത് അടുത്ത സൂത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയും. എന്നാലും നമ്മളിപ്പോൾ ഓരോ വിഷയങ്ങളിലേക്ക് ഇടപെടുന്ന സമയത്തും നമ്മുടെ സ്വരൂപം, നമ്മുടെ സത്ത ആ വിഷയത്തിനനുസരിച്ചിട്ടായിരിക്കും പ്രതികരിക്കുക. ഇപ്പം ദുഃഖം വരുന്ന സമയത്ത് ഞാൻ വളരെ ദുഃഖിയാണ്, ഞാൻ വളരെ സങ്കടപ്പെട്ടിരിക്കുന്നു, കരയുന്നു, എന്നെ നോക്കാൻ ആരുമില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന അവസ്ഥ നമ്മൾക്കുണ്ടാവും. അതാണ് നമ്മുടെ സ്വരൂപം. ദുഃഖിക്കുന്ന സമയത്ത് ആ സ്വരൂപമാണ്, സന്തോഷിക്കുന്ന സമയത്ത് അതിൻ്റെ സ്വരൂപം. ഇങ്ങനെ ഓരോ വികാരങ്ങൾക്കനുസരിച്ച്, ഈ ചിത്തവിക്ഷിപ്തങ്ങൾക്കനുസരിച്ച് നമ്മുടെ സ്വരൂപം മാറുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ സ്വരൂപം അതല്ല. അതൊരു ഷെയ്ഡാണ്. നമ്മളിപ്പോൾ ഒരു എന്താണ്, നീല നിറത്തിലുള്ള കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ നീല ആയിട്ട് കാണുന്നത് പോലെ ആണിത്. ഈ കണ്ണാടി, ഈ നീല കളറുള്ള കണ്ണാടി അല്ല മഞ്ഞ കളറുള്ള കണ്ണാടി, ഇത് കടന്ന് നമ്മൾ പോകുമ്പോഴാണ് ഈ ആത്മസ്വരൂപത്തിലേക്ക് എത്തുക. അപ്പം ആത്മസ്വരൂപം എപ്പോഴും ഉണ്ട്. പക്ഷെ അതിൻ്റെ കളങ്കരഹിതമായ തലത്തിലേക്ക് എത്തണമെങ്കിൽ ചിത്തവൃത്തികൾ തീരെ ഉണ്ടാവാതിരിക്കണം. ബാക്കി ഉള്ള സമയങ്ങളിലെല്ലാം അത് സാക്ഷീഭാവമായി നമ്മൾ നിൽക്കും. കുറച്ചുകൂടി നമ്മൾക്കിപ്പോൾ യോഗയൊക്കെ ചെയ്ത് വരുന്നവർക്കൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വാക്കുകൾ ഉപയോഗിച്ചു, പ്രവർത്തിച്ചു, എന്തെങ്കിലും ചെയ്തു, എന്തെങ്കിലും ചിന്തിച്ചു, അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സെൽഫ് ക്രിട്ടിക്കലായിട്ട് അതിനെ നോക്കാൻ ശ്രമിക്കും. യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, യോഗയൊക്കെ ചെയ്ത് കുറച്ച് ശീലമായി വരുമ്പോഴേക്ക് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നമ്മൾ ചില തലങ്ങളിലേക്ക് എത്തും. അങ്ങനെ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത്, നമ്മൾ ശുദ്ധമായി വരണം. അപ്പോൾ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കുറഞ്ഞു വരും. കാര്യങ്ങളിൽ ഇടപെടുന്നതിലൊക്കെ വളരെ അവധാനം, കുറച്ചൊരു ശ്രദ്ധയോടുകൂടി പതുക്കെ ആയിരിക്കും എല്ലാത്തോടും പ്രതികരിക്കുക. അത് വളരെ കൃത്യവുമായിരിക്കും. അപ്പം അങ്ങനെ സ്വയം എന്ത് ചെയ്യണം, ഈ സ്വരൂപത്തെ, ഈ മറഞ്ഞിരിക്കുന്ന സ്വരൂപത്തെ പുറത്തേക്ക് വരാൻ, തിളങ്ങി വരാൻ വേണ്ടുന്ന സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. ഈ ആത്മസ്വരൂപം എന്ന് പറയുന്ന സത്യത്തിൽ നമ്മൾ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ആനന്ദമയം എന്ന് പറയുന്ന കാരണ ശരീരത്തിലുള്ള ആനന്ദം, ഉറങ്ങുമ്പോഴുള്ള, അതിലും ഒരു അജ്ഞാനം ഉണ്ട്, ഒരു അറിവില്ലായ്മയും. അതിനും അപ്പുറത്താണ് ഈ ആത്മസ്വരൂപം എന്ന് പറയുന്നത്. അതിന് ഈ ആത്മസ്വരൂപത്തിലേക്ക് എത്താൻ വേണ്ടി ഉറങ്ങേണ്ട കാര്യമില്ല എന്നാണ്. എപ്പോഴും നമ്മൾക്കത് പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കാം. ഈ ആനന്ദമയ കോശത്തിൻ്റെയും അപ്പുറത്താണ് ആത്മസ്വരൂപം. അത് തന്നെയാണ് സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുന്നത്. വൺസ് ഓൺ ഫോം എന്ന് പറയും, സാക്ഷിഭാവം എന്ന് പറയും, പല പേരുകളിൽ ഇത്. അതാണ് സ്വരൂപേ അവസ്ഥാനം, സ്വന്തം രൂപത്തിൽ തന്നെ എത്തിച്ചേരുന്നത്. യോഗയുടെ ലക്ഷ്യം ഈ സമാധി അവസ്ഥയാണ്. സമാധി എന്ന് പറഞ്ഞാൽ ബുദ്ധി, ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി സമമായി നിൽക്കുക, ബാലൻസ്ഡ് ആയിട്ട് നിർത്തുക.
ഒന്നിലും ഒരു ആവേഗങ്ങളോ ഒരു ഓളങ്ങളോ ഒരു അലയോ മനസ്സിലില്ലാത്ത വിധത്തിൽ എപ്പോഴും ഒരേ ലെവലിൽ തന്നെ നിൽക്കാൻ വേണ്ടി കഴിയുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത്. ഈ സമാധി അവസ്ഥയെ നേരത്തെ പറഞ്ഞ ആനന്ദമയ കോശത്തിനും അപ്പുറത്തുള്ള സമാധി അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്നത് മാണ്ഡ്യൂക്യ ഉപനിഷത്തിലാണ്. മന്ത്രം 7 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ അവസ്ഥയെ പറയുന്നത് തുരീയാവസ്ഥ എന്നാണ്. തുരീയാവസ്ഥ. ഇപ്പം അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആനന്ദമല്ല, ആ ആനന്ദത്തിനും അപ്പുറത്തുള്ള ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥയ്ക്കും അപ്പുറത്തുള്ള, സുഷുപ്തി അവസ്ഥയ്ക്കും അപ്പുറത്തുള്ള, അതാണ് തുരീയാവസ്ഥ, 4ാമത്തെ അവസ്ഥ. അത് 7ാം മന്ത്രം 7 അത് പറയുന്നുണ്ട്. അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്താണ് ആ അവസ്ഥ എന്ന് പറയാണ്. അത് വിശദീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല, എന്നിരുന്നാലും ഒരു ഏകദേശം ഒരു തവണ. ന ബഹി പ്രജ്ഞം ന ഉഭയത പ്രജ്ഞം. പുറത്ത്, നമ്മൾ പുറത്തേക്ക് നോക്കിയിട്ട് അറിയുന്നതല്ല ഈ ആത്മസ്വരൂപം. ന അന്തപ്രജ്ഞം, ഉള്ളിലേക്ക് നോക്കിയിട്ട് അറിയുന്നതല്ല ആത്മസ്വരൂപം. ന ബഹിപ്രജ്ഞം, പുറത്തേക്ക് നോക്കിയിട്ട് അറിയുന്നതല്ല. ന ഉഭയത പ്രജ്ഞം, 2 തരത്തിലും അറിയുന്നതല്ല. ന പ്രജ്ഞാനഘനം, അതൊരു പ്രജ്ഞാനഘനം, അതൊരു അറിവിൻ്റെ രൂപം മാത്രമല്ല. ന പ്രജ്ഞം, അറിയത്തക്കതല്ല. ന അപ്രജ്ഞം, അറിയത്തക്കതല്ലാത്തതല്ല. അത് അറിവല്ല, അറിയാൻ പറ്റാത്തതുമല്ല. അദൃഷ്ടം, കാണപ്പെടുന്നതല്ല. അവ്യവഹാര്യം, അത് നമുക്ക് വ്യവഹരിക്കാൻ വേണ്ടി പറ്റില്ല, അത് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അഗ്രാഹ്യം, അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. അലക്ഷണം, അതിനൊരു ലക്ഷണവും ഇല്ല, അത് തിരിച്ചറിയാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ പറ്റുന്നതല്ല. അചിന്ത്യം, അത് ചിന്തിക്കുവാൻ പറ്റുന്ന ഒന്നല്ല. അവ്യപദേശം, അതിന് ഒരു പേരിട്ട് വിളിക്കാൻ വേണ്ടി പറ്റില്ല, ഇത് ഇന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. ഏകാത്മ പ്രത്യസാരം, അത് അനുഭൂതിയുടെ ഒരു സാരമാണ്, ഒരു ആനന്ദമാണ്. പ്രപഞ്ചോപമശമം, അവിടെ ഈ പ്രപഞ്ചം പൂർണ്ണമായും ഇല്ലാതാകുന്നു. അത് ശാന്തമാണ്. ശിവം, മംഗളസ്വരൂപമാണ്. അദ്വൈതം, 2 അല്ലാത്തതാണ്. ചതുർത്ഥം, 4ാമത്തെ ഈ അവസ്ഥ, ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥയ്ക്കും അപ്പുറത്തുള്ള ഒരു അവസ്ഥ. അതിനെയാണ് അങ്ങനെ മന്യന്തേ, അത് കരുതിപ്പോരുന്നു. സ ആത്മാ സ വിജ്ഞേയ, അത് ആത്മാവാണ്. ആത്മാവിനെ ആണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പം ആത്മാവ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉപയോഗിച്ച് ആ ആത്മാവിൻ്റെ അർത്ഥത്തിന് കുറേ അർത്ഥച്യുതി, അതിൻ്റെ ആശയതലം കുറേ കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ആ രീതിയിലല്ല നമ്മൾ കാണേണ്ടത്. അത് ആത്മസ്വരൂപം തന്നെയാണ് എന്ന് തിരിച്ചറിയണം. അത് നമ്മൾ അറിയണം. അത് നമുക്ക് വ്യാഖ്യാനിക്കാനൊന്നും പറ്റില്ല, അതൊരവസ്ഥയാണ് എന്ന് പറയും. ഈ അവസ്ഥയെ ബൃഹദാരണ്യകത്തിന് തുരീയം എന്ന വാക്ക് ഉപയോഗിക്കണം. അതാണ് 3ാമത്തെ സൂത്രം. തഥാ ദൃഷ്ടസ്വരൂപേ അവസ്ഥാനം. ചിത്തവൃത്തി നിരോധനം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സ്വരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. മാനസികമായ വ്യാപാരങ്ങളെല്ലാം അവസാനിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് സമാധി, ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ എത്തിച്ചേരുന്നു എന്നതാണ് 3ാമത്തെ സൂത്രത്തിൻ്റെ അർത്ഥം.